ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നിതാ പൈനാപ്പിൾ കൊണ്ടൊരു സ്കോഷ് ആട്ടം നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് എപ്പോഴൊക്കെ പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിക്കാൻ കൊതിയാവണം, അപ്പോഴൊക്കെ നമുക്ക് എടുത്തിട്ട് 1 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഈ സ്കോഷ് ഉണ്ടാക്കി വെച്ചാൽ. പിന്നെ ഇതാ 1 മാസം വരെ നമ്മളെ വീട്ടിൽ കേടുകൂടാണ്ടിരിക്കും. വീട്ടിലുള്ള ചേരുവ വെച്ചനെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു സ്കോഷിൻ്റെ റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ ഞാനിവിടെ നല്ല പഴുത്ത പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. 1 kg വരുന്ന പൈനാപ്പിൾ ആട്ടോ എടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പൈനാപ്പിളിൻ്റെ മധുരത്തിനും അതുപോലെ പുളിപ്പും ഒക്കെ അനുസരിച്ചാട്ടോ ഈ ഒരു സ്കോഷ് ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കുന്ന ചേരുവയിൽ വ്യത്യാസം വരിക. അതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നടുക്കില്ലേ ഭാഗമില്ലേ ആ കട്ടിയുള്ള ഭാഗം കളഞ്ഞിട്ട് പൈനാപ്പിൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ജ്യൂസ് അടിച്ചിട്ട് എടുക്കുക വേണ്ടത്. ഈ ഒരു പൈനാപ്പിൾ സ്കോഷ് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാട്ടോ. അപ്പം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു അരിഞ്ഞ് വെച്ച പൈനാപ്പിൾ ഇല്ലേ അത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്ത് വരുന്നുണ്ട് കേട്ടോ. അരച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. കാരണം പൈനാപ്പിളിന് നാരുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് എല്ലാ പൈനാപ്പിളും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു പാനിലോട്ട് ഇത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇത് അരച്ചെടുക്കുമ്പോൾ അധികം വെള്ളം ചേർക്കരുത് കേട്ടോ. 1 കപ്പ് വെള്ളം ഞാൻ ആകെ ചേർത്തത്. പിന്നെ നമ്മൾ പൈനാപ്പിളിലെ വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളം ചേർക്കരുത് കേട്ടോ. പിന്നെ ഇതിലോട്ട് മധുരം ചേർക്കുമ്പോൾ ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാര ആയിട്ടോ ചേർത്തത്. പിന്നെ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ പൈനാപ്പിൾ എത്രത്തോളം മധുരം ഉണ്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഞാനിവിടെ അത്യാവശ്യം നല്ല മധുരമുള്ളൊരു പൈനാപ്പിളായിരുന്നു, അതുകൊണ്ട് ഞാൻ 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്. നിങ്ങൾക്ക് മധുരം കുറവാണെങ്കിൽ ഇനി 2 കപ്പോ എത്രയും നിങ്ങൾ ആവശ്യത്തിന് അനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ സ്കോഷിൽ അത്യാവശ്യം നല്ല മധുരം വേണം. പിന്നെ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ അതിലോട്ട് 1 പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് മധുരം ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇത് തിളച്ച് വരുമ്പോൾ തന്നെ ഈ മുകളിൽ ഇങ്ങനെ പത പോലെ ഉണ്ടാവുമല്ലോ, അതൊന്ന് ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഒരു പത പോലെ മുകളിൽ തിളച്ച് വരുമ്പോൾ ഉള്ളത് അതൊന്ന് നമുക്ക് നീക്കി കൊടുക്കാം കേട്ടോ. അത് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ ഇങ്ങനെ മുകളിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് തിളച്ചിട്ട് കുറുകി വരട്ടെ. ഈ വേനൽക്കാലത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്കോഷ് ആട്ടോ ഇത്. പറയുമ്പം കുറേ ഉണ്ടെങ്കിലും ഇങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഉള്ള പോലെ തോന്നുമെങ്കിലും വളരെ സിമ്പിളാട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് പൈനാപ്പിൾ അല്ല ഏത് ഫ്രൂട്ടാണോ നിങ്ങളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഫ്രൂട്ട് വെച്ച് എല്ലാം റെഡിയാക്കാം കേട്ടോ. അത് കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട, വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ കുറച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് കേട്ടോ ബാക്കിയുള്ള ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഉരുകി വരുമ്പോൾ ഞാൻ അതിലോട്ട് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം കേട്ടോ. കുരു ഒന്നും പെടാണ്ട് അരിച്ചെടുത്ത നാരങ്ങ നീര് കേട്ടോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് എത്രയാണോ നിങ്ങൾ പൈനാപ്പിൾ പുളി ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ അനുസരിച്ച് വേണം ചേർക്കുക. എത്രത്തോളം പുളിപ്പ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അതിൻ്റെ ഇടയ്ക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു പൈനാപ്പിൾ എസൻസാണ്. അത് തികച്ചും ഓപ്ഷനിലാട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പൈനാപ്പിളിന് ഒരു ടേസ്റ്റ് ഉണ്ടാവും. പൈനാപ്പിളിൻ്റെ ആ ഒരു നാച്ചുറൽ ടേസ്റ്റിൽ തന്നെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ മതി. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ പൈനാപ്പിൾ സ്കോച്ച് വാങ്ങിക്കൂല, ആ ഒരു സെയിം ടേസ്റ്റ് ആട്ടോ കിട്ടുക. അപ്പോൾ ഇതുള്ളവർ മാത്രം ചേർത്താൽ മതി, ഇത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് അത് ചേർത്തിട്ട് ഞാൻ 1 ടീസ്പൂൺ ആട്ടോ ചേർത്തത് പൈനാപ്പിളിൻ്റെ എസൻസ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു പരുവം കണ്ടില്ലേ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ ഫ്രൂട്ടി അതിൻ്റെയൊക്കെ ഒരു അത്ര തിക്നെസ്സിൽ കേട്ടോ, ഇത്ര തിക്നെസ് ആയാൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റിയിട്ട് വേറെ ജാറിലോട്ടോ ഗ്ലാസിൻ്റെ കുപ്പിയിലോട്ടൊക്കെ മാറ്റാം കേട്ടോ ചൂട് പോയതിന് ശേഷം. പിന്നെ നാരങ്ങ നീര് ചേർക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സ്കോഷ് കേട് വരാണ്ടിരിക്കാൻ ചേർക്കണം കേട്ടോ. പിന്നെ അല്ലെങ്കിൽ നമുക്ക് സിട്രിക് ആസിഡൊക്കെ ചേർക്കാം. അപ്പം നമ്മൾ വീട്ടിലുള്ള ചേരുവ വെച്ച് തന്നെ റെഡിയാക്കുമ്പോൾ ഈ ഒരു നാരങ്ങ നീര് മതി കേട്ടോ. ഇപ്പോൾ എനിക്കിതൊരു മാസം വരെ കേട് കൂടാണ്ടിരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 1 മാസം വരെ നിൽക്കില്ലതിന് മുമ്പ് തന്നെ നമ്മൾ തീർന്നു പോകട്ടെ. കാരണം നല്ല ടേസ്റ്റ് അത്. ഈ ഒരു വേനൽക്കാലം കൂടെ ആകുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കാനും പെട്ടെന്ന് നമുക്കൊക്കെ ഒരു പൈനാപ്പിളിൻ്റെ ജ്യൂസൊക്കെ വേണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കി കുടിക്കാൻ വളരെ പറ്റിയ നല്ല അടിപൊളി
ഒരു സ്കോഷ് ആട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാ വെച്ചാൽ ഒരു ഗ്ലാസ് എടുത്ത് അതിൽ 3 ടീസ്പൂണ് പൈനാപ്പിളിൻ്റെ സ്കോഷ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഐസ് ക്യൂബും കുറച്ച് സാധാ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്താൽ നമ്മൾ അടിപൊളി പൈനാപ്പിളിൻ്റെ ഈ ഒരു ജ്യൂസ് റെഡി ആയിട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായ എപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.